കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഒന്ന് മൗസ്, മറ്റൊന്ന് കീബോർഡ്. ഇവ രണ്ടും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഐഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ നമ്മളധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില ട്രിക്കുകളുണ്ട്. ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ അറിയാവുന്നതായിട്ട് ധാരാളം ആൾക്കാർ കാണും. പക്ഷേ അറിയത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ, അതായത് 14.7 അപ്ഡേഷനെ പറ്റിയായിരുന്നു നമ്മുടെ ഏറ്റവും അവസാനത്തെ വീഡിയോ ചെയ്തത്. അതിൽ ഞാൻ പറയാതെ പോയൊരു കാര്യം ഉണ്ടായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ അത് പറയേണ്ടായിരുന്നു അല്ലെങ്കിൽ മെൻഷൻ ചെയ്യേണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഡോൾബി അറ്റ്മോസും അതോടൊപ്പം തന്നെ ലോസ്ലെസ് ഓഡിയോയും, ഈ രണ്ട് ഫംഗ്ഷനാലിറ്റി iOS 14.7 ആപ്പിൾ ഇന്ത്യയിൽ റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നേ iOS 14.5 ആക്ച്വലി ആപ്പിൾ അത് റിലീസ് ചെയ്തത്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്തത് ഈ ഒരു 14.7 അപ്ഡേറ്റിന് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ സെറ്റിങ്സിൽ നമുക്ക് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിപ്പോൾ ഓഡിയോയുടെ സെക്ഷനിൽ ഡോൾബി അറ്റ്മോസും ഓഡിയോ ക്വാളിറ്റിയിലോ നമുക്ക് ലോസ്ലെസ് ഓഡിയോയും അവൈലബിൾ ആണ്. ശ്രദ്ധിച്ചേക്കണം, ഐഫോൺ 10s മുതലുള്ള ഡിവൈസുകളിലെ ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സിൽ നമുക്ക് ഈ ഒരു ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. അതിൽ താഴേക്കുള്ള ഐഫോൺ 10, 8, 7, 6 നമുക്ക് ഈ ഒരു ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സിൽ നമുക്ക് ഈ ഒരു അറ്റ്മോസ് അവൈലബിൾ അല്ല. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ എയർപോഡ്സിലും ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും എയർപോഡ്സ് പ്രോയിലും നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആപ്പിൾ മ്യൂസിക്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആപ്പിൾ മ്യൂസിക്കിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ഡോൾബി അറ്റ്മോസും ഈ ഒരു ലോസ്ലെസ് ഓഡിയോ ക്വാളിറ്റിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ലഭിക്കത്തുള്ളൂ. ഇനി ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ഈ പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന വൂടെക് ആണ്. വൂടെക്കിൻ്റെ ID ലോക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഈ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി നമ്മളുടെ ഡിവൈസിലുള്ള ആപ്പിൾ ID ലോക്ക്, സ്ക്രീൻ ലോക്ക്, സ്ക്രീൻ ടൈം റെസ്ട്രിക്ഷൻസ് ലോക്ക്, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും ഫ്രീ ആയിട്ട് വരത്തില്ല, ഇതെല്ലാം പെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ബോത്ത് വിൻഡോസിനും മാക്കിനും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം യൂസ്ഡ് ഐഫോൺ വാങ്ങുമ്പോൾ അത് പാസ്വേഡ് ലോക്ക്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിളായിട്ട് പാസ്വേഡ് നമ്മൾ മറന്നുപോയി, അങ്ങനെ നമ്മൾ അക്കൗണ്ട്സിനകത്ത് സെറ്റിങ്സിനകത്ത് പോയി നമ്മൾ സൈൻ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ പാസ്വേഡ് തെറ്റിപ്പോകും, കാരണം പാസ്വേഡ് അറിയത്തില്ലാത്തതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഐഡക്കിനകത്ത് അൺലോക്ക് ആപ്പിൾ ID എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്വേഡ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനൊരു സ്റ്റാർട്ട് അൺലോക്ക് കൊടുക്കുക, നമ്മളുടെ 2-factor authentication എനേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. യെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫേംവെയർ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ടു എക്സ്ട്രാക്ട് കൊടുക്കുന്നു. വൺസ് നമ്മൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ആപ്പിൾ ID പാസ്വേഡ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് കീബോർഡിൻ്റെ ട്രിക്സിലേക്ക് പോകാം. ട്രിക്ക് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ ഫുൾ സ്റ്റോപ്പാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലവരെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 1, 2, 3യുടെ ആ ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് ഫുൾ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ജസ്റ്റ് നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ് ബാർ ഉണ്ടല്ലോ, അതിൽ 2 തവണ നിങ്ങൾ സ്പേസ് ബാറിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫുൾ സ്റ്റോപ്പ് അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ സ്ക്രീൻ സൈസ് വലുതായിട്ടുള്ള ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് iPhone 11 Pro Max, 12 Pro Max അല്ലെങ്കിൽ 12 Pro, ഇതൊക്കെ നിങ്ങൾക്കറിയാം സിംഗിൾ ഹാൻഡ് യൂസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഫുൾ സ്ക്രീൻ റീച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നോട്ടൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ പാടാണ്. ചില സമയങ്ങൾ നമുക്ക് ഈ ഫുൾ ഹാൻഡ് ഒരൊറ്റ സിംഗിൾ ഹാൻഡിൽ നമുക്ക് ഈ കീബോർഡിൻ്റെ എല്ലാ കീസിലും പ്രസ് ചെയ്യാന്നുള്ളത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരൊറ്റ കൈ കൊണ്ട് റീച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കീബോർഡിനെ ചെറുതാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ഗ്ലോബ് ഐക്കൺ ഉണ്ടല്ലോ, ഈ കാണുന്ന ഗ്ലോബ് ഐക്കൺ, അതിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് 3 കീബോർഡിൻ്റെ ഓപ്ഷൻസ് വന്നേക്കുന്നത്. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നമുക്ക് ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ റൈറ്റ് ഹാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡിലേക്ക് നിങ്ങളുടെ കീബോർഡിനെ ചുരുക്കാം അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് കീബോർഡിനെ ഷ്രിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി കീബോർഡ് ഈ ഒരു ഷേപ്പിൽ നിന്ന് നിങ്ങൾക്ക് നോർമൽ സൈസിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൈഡിലുള്ള ആരോയിൽ ടാപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അങ്ങനെ പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ആ ഒരു ഗ്ലോബിൻ്റെ ഐക്കണിൽ പോയിട്ട് നിങ്ങൾ ഈ നടുക്ക് കാണുന്ന ആ ഒരു ഓപ്ഷനുള്ള അതിൽ ടാപ്പ് ചെയ്യുക, നമുക്ക് ഫുൾ സൈസ് കീബോർഡ് അവൈലബിൾ ആവുന്നതാണ്. ഇത് മാത്രമല്ല ഈ ഒരു ഓപ്ഷൻ്റെ ഗുണം, നമുക്ക് സെറ്റിങ്സ്, ജനറൽസ്, അതിനകത്ത് കയറി കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുന്നതിന് പകരം ഡയറക്റ്റ്ലി നിങ്ങൾ ഈ ഒരു ഗ്ലോബ് ഐക്കൺ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ സാധിക്കും. അങ്ങനെ ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒന്നും പോകാതെ തന്നെ
ഡയറക്റ്റ് കീബോർഡിൻ്റെ സെറ്റിംഗ്സിലേക്ക് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് മലയാളത്തിന് പറ്റിയ ഒരു ബെസ്റ്റ് മലയാളം കീബോർഡ് ഏതാണെന്നുള്ളത്. അതുകൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പരിചയപ്പെടാം. അതായത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന കീബോർഡാണ്. വളരെ നല്ലൊരു കീബോർഡാണ്. മലയാളം എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഞാൻ ട്രൈ നോക്കിയത്തോളം ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മംഗ്ലീഷ് കീബോർഡിലാണ്. ഇത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതാണ്. ഇതാണ് മംഗ്ലീഷ് എന്ന് പറയുന്ന ആപ്പ്. ഈ ഒരു ആപ്പ് നമുക്ക് പ്രീമിയം അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഫ്രീ ആണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് വേർഡ് അല്ലെങ്കിൽ പാരഗ്രാഫ് വളരെ സിമ്പിൾ ടാപ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന വേർഡ്, ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രം നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ ഡബിൾ ടാപ്പ് കൊടുത്താൽ മാത്രം മതി. ആ വേർഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒരു സിംഗിൾ വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 തവണ ടാപ്പ് ചെയ്യണം. ഒരു എൻറ്റയർ പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 തവണ ടാപ്പ് ചെയ്യണം. ഞാനിവിടെ കാണിച്ചിട്ട് 3 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എൻറ്റയർ പാരഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിവിടെ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള മിസ്റ്റേക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റിപ്പോയി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അൺഡൂവും റീഡുവും നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും അതാണ് കാണിച്ചു തരാം. അത് നമുക്ക് ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങളുടെ 3 വിരലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ 3 വിരൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പം ഒരു മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് നമുക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അൺഡു ചെയ്യാനാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടു കാണും, ജനറേഷൻ തന്നെ തിരിച്ചു വന്നു. ഇനി നമ്മൾ തിരുത്തിയ കാര്യം പഴയ പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ച് എവിടെയെങ്കിലും നിങ്ങൾ സ്വൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോ, റീഡു ആയി. ഈ സെയിം പ്രോസസ്സ് നമുക്ക് 3 പേരിൽ ഉപയോഗിക്കുന്നത് വളരെ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ മതി. വെറുതെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അൺഡു ടൈപ്പിംഗ്. അൺഡു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. ഇനി ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീഡു ടൈപ്പിംഗ്. ഇപ്പോൾ റീഡു ടൈപ്പ് കൊടുത്തു പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ തിരുത്തിയത് ശരിയാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഷെയ്ക്ക് ടു അൺഡു എന്ന് പറയുന്ന ഒരു ഫീച്ചർ വർക്കാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ എനേബിൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിംഗ്സിൽ അവിടെ നിങ്ങൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അവിടെ ടച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷെയ്ക്ക് ടു അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡിസേബിൾ ആയി കിടക്കുമായിരിക്കും. അത് എനേബിൾ ചെയ്താൽ നമുക്ക് ഈ ഒരു ഷെയ്ക്ക് ടു അൺഡു ഫീച്ചർ എവിടെ വേണമെങ്കിലും നമുക്ക് സിസ്റ്റം വൈഡ് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. വീഡിയോയിലെ അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ സഫാരി ഇതിൽ പോകുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സൈറ്റിലേക്ക് പോകണം. ഇപ്പം ഞാനിവിടെ ആപ്പിൾ മലയാളം .com എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ .com എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ഈ താഴെ കാണുന്ന ഡോട്ട് ഉണ്ടല്ലോ അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഡൊമൈൻ നെയിംസ് അല്ലെങ്കിൽ ഡൊമൈൻസ് കിട്ടുന്നതാണ്. അതിന് .com, .net, .edu, .org ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഡോട്ടയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ കിട്ടും. കീബോർഡ്സിൻ്റെ ട്രിക്കിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പം കമൻസിൽ വന്നിട്ട് ആപ്പിൾ മലയാളം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യത്തില്ല. അതിന് പകരം ഞാൻ ആപ്പിൾ മലയാളം എന്നുള്ളത് ഞാൻ ഒരു ഷോർട്ട് കട്ടിലേക്ക് സെറ്റപ്പ് ആക്കിയേക്കാണ്. അപ്പം APM എന്ന് ഞാൻ സെർച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആപ്പിൾ മലയാളം എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ വരും. ഓൾറെഡി ഷോർട്ട് കട്ട് ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല വേർഡുകൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നെ നമുക്കിതുപോലെ ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കട്ടാക്കി സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കീബോർഡിൻ്റെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന ഓപ്ഷൻ തന്നെ കാണാം. അവിടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ കുറേ എണ്ണം സെറ്റപ്പ് ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനാണ്. അതിനുവേണ്ടി ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് ഇതിൽ ആദ്യത്തെയാണ് ഫ്രേസ്, രണ്ടാമത്തെ ഷോർട്ട് കട്ട്. ഈ ഫ്രേസിലാണ് നമ്മൾ എന്ത് വേർഡാണ് അല്ലെങ്കിൽ എന്ത് പാരഗ്രാഫാണ് അവിടെ വരേണ്ടതെന്നുള്ളത് കാണിക്കുന്നത്. അതായത് ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യുമ്പം എന്താണ് അതിന് ഈക്വലൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെയിൽ അഡ്രസ്സിന് വേണ്ട ഷോർട്ട് കട്ടാണ് ഞാൻ രണ്ടാമത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പം ഷോർട്ട് കട്ടിൽ ഞാൻ അറ്റെന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എനിക്കിത് വരണം. അപ്പോൾ ഞാൻ അതങ്ങനെ സേവ് ചെയ്തു. ഇനി നമ്മളുടെ നോട്ട്സിൽ പോയിട്ട് ഞാൻ അറ്റെന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മെയിൽ അഡ്രസ്സ് അവിടെ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റുകൾ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒരു സിംഗിൾ വാക്കിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്ഷനിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ സ്വൈപ്പിൽ നമ്പേഴ്സും അതേപോലെ തന്നെ പഞ്ചക്ഷൻസും ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പൊതുവേ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു നമ്പർ ആഡ് ചെയ്യണമെന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഈ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുന്നു. ആൻഡ് വീണ്ടും തിരികെ ഈ ഒരു ABCD കീബോർഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇതിന് പകരം നമുക്ക് ഒരൊറ്റ സ്വൈപ്പിൽ നമുക്ക് ഈ കീബോർഡ്സ് എല്ലാം അല്ലെങ്കിൽ ഈ നമ്പേഴ്സും പഞ്ചക്ഷൻസും എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു 1 2 3 കീബോർഡിലുണ്ട് അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ആ കീബോർഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാം. അത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോർമൽ കീബോർഡിലേക്ക് വരും. പിന്നെ ഇതിൽ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് പല സമയങ്ങളിലും ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ ഇടയ്ക്കോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ആ ഒരു സ്പെസിഫിക് ലെറ്ററിൻ്റെ അല്ലെങ്കിൽ വേർഡിൻ്റെ അവിടെ കൊണ്ടുപോയി ടാപ്പ് ചെയ്യുവാണ്. അതിന് പകരം നമുക്ക്
കീബോർഡിനെ ഒരു ട്രാക്ക് പാഡായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ട്രാക്ക് പാഡായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ വേർഡ്സിൻ്റെ എല്ലാം ഇടയ്ക്കോട്ട് പോകാം. അതോടൊപ്പം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു മേലത്തെ 2016 പോകണം, 6ൻ്റെ ആ ഓപ്ഷനിലേക്ക് പോകണമെന്നില്ല. ജസ്റ്റ് ട്രാക്ക് പാഡിൽ എവിടെയെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കേഴ്സർ മൂവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എൻ്റെ ട്രാക്ക് പാഡായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു വാക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്പേസ് ബാറിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ഈ ട്രാക്ക് മോഡിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ വിരൽ ഉപയോഗിച്ച് എവിടെയെങ്കിലും ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ഇത്രയും പോർഷൻസ് സെലക്ട് ചെയ്യാനാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ട്രാക്ക് പാഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കീബോർഡ്സിനകത്ത് ഏതാനും ചില ട്രിക്കുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് മിക്കതും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.